യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന് 7 തുടങ്ങി 14 വായിച്ചു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7 തുടങ്ങി 14 വരെ. ജെരമ്യ ചാപ്റ്റർ 17 verse 7 to 14. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. കൃഷ്ണം തട്ടുമ്പോൾ കേൾക്കാമോ? കേൾക്കാം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. കൃഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളതും അതാരാഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട വരുന്നിരിക്കുന്ന തിരിപക്ഷിയെ പോലെയാകുന്നു. അവന്റെ മധ്യായുസ്സെങ്കിൽ അത് അവനെ വിട്ടുപോകും. ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ആദ്യം മുതൽ ഉന്നതമായ മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എന്റെ ഇത് വായിച്ചപ്പോ നമുക്ക് 1-ാം സങ്കീർത്തനത്തിന് ഓർമ്മ വന്നല്ലേ. ഇവിടെ പറഞ്ഞ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പം യഹോവയിൽ ആശ്രയിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ പക്ഷേ യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മള് ദൈവത്തെ ആശ്രയിക്കും, മറ്റു പലതിനെ ആശ്രയിക്കും അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ളവരെ കുറിച്ചല്ല പറഞ്ഞേ. ദൈവത്തെ ആശ്രയിക്കും, ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. ഹല്ലേലൂയ. അപ്പൊ യഹോവയെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോകത്തില്ല, മറ്റൊരാശ്രയം എനിക്കില്ല. ഹല്ലേലൂയ. പലതിന്റെയും കൂട്ടത്തിൽ ഒരു ആശ്രയമല്ല. ഹല്ലേലൂയ. പലപ്പോഴും ദൈവങ്ങൾ പലരും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ കൂട്ടത്തിൽ ഒക്കെ കൂട്ടത്തിൽ ഒരാശ്രയം. ഹല്ലേലൂയ. ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ച് അങ്ങനെയാണ് ഹല്ലേലൂയ നമ്മൾ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആശ്രയിക്കുന്നതിനെ കുറിച്ചിട്ടല്ല യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അപ്പൊ നമ്മുടെ ആശ്രയം, നമ്മുടെ ഹല്ലേലൂയ പ്രത്യാശ, നമ്മുടെ ഹല്ലേലൂയ ഫോക്കസ്, നമ്മുടെ നോട്ടം ഹല്ലേലൂയ എവിടെയായിരിക്കണം വെച്ചാൽ ദൈവത്തിൽ തന്നെയായിരിക്കണം. ഹല്ലേലൂയ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഹല്ലേലൂയ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ പത്രോസ് ഹല്ലേലൂയ യേശു കർത്താവിനോട് ചോദിച്ചു, കർത്താവെ നീയാന്ന് വരുന്നെങ്കിൽ ഞാനും അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കും. കടലിന്റെ മീതെ നടക്കുന്ന കാണുമ്പോഴാണ് കർത്താവൻ പോരാൻ പറയും. ഹല്ലേലൂയ വാക്ക് കേട്ട് ഇറങ്ങി നടന്നു. ഹല്ലേലൂയ പെട്ടെന്ന് പ്രതികൂലം കണ്ട് പകച്ച് ആ വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി. ഹല്ലേലൂയ പത്രോസ് അടക്കുന്ന കർത്താവെ രക്ഷിക്കണമെന്ന് വിളിച്ച് കർത്താവിനെ വിളിച്ച് ഹല്ലേലൂയ കർത്താവ് തന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്ന് നിർത്തി. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് തോന്നും ഹല്ലേലൂയ മുക്കുവനായ പത്രോസ് കടലിനെ ആഴങ്ങൾ അറിയാം, നീന്താൻ അറിയാം, മുങ്ങാൻ അറിയാം, ഹല്ലേലൂയ രക്ഷപ്പെടാൻ അറിയാം, എല്ലാം അറിയാം. എങ്കിൽ താഴ്ന്നു പോയപ്പോ പത്രോസിന് ഒരിക്കലും ഹല്ലേലൂയ ദൈവ കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് പറയണ്ട. ഹല്ലേലൂയ അവിടെ അങ്ങ് നീന്തിയോ മുങ്ങിയോ ചെയ്തിട്ട് കയറി വന്നാൽ മതിയായിരുന്നു. ഇല്ലേ? മുക്കന്മാരെല്ലാരും കടലിൽ മത്സ്യബന്ധനത്തിൽ പോകുന്നവരൊക്കെ മുങ്ങാനും നീന്താനും ഒക്കെ അറിയായിരിക്കും. ഒരിക്കൽ യേശു കർത്താവ് വന്ന് പിന്നെ നമ്മൾ കാണുന്ന യേശു ആണെന്ന് അറിഞ്ഞപ്പോഴേ നഗ്നനായകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി എടുത്ത് ചാടിയെങ്കിൽ അവിടുന്ന് നീന്തി കയറി വന്നിട്ടുണ്ടാവും. അല്ലെ അതുപോലെ ഇവിടെയും പത്രോസ് പക്ഷെ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മെ ദൈവം കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയത്. കർത്താവിനോട് ചോദിച്ചു വരട്ടെ വെച്ച് വരാൻ പറഞ്ഞ് കർത്താവ് പറഞ്ഞു ഇറങ്ങിയെങ്കിൽ കർത്താവ് തന്നെ പിടിക്കണം, കർത്താവ് തന്നെ എഴുന്നേൽപ്പിക്കണം, കർത്താവ് തന്നെ. അതുകൊണ്ട് പത്രോസ് എന്താ പറ്റുന്നത് അറിയാം? പത്രോസ് ഈ കർത്താവ് പിടിച്ച് എഴുന്നേൽപ്പിച്ചതുകൊണ്ട് അവിടുന്ന് തിരിച്ച് കർത്താവും പത്രോസും കൂടെ ഒരുമിച്ച് നടന്ന് വന്ന് തന്നെ വെള്ളത്തിന് മീതെ നടന്ന് തന്നെയാണ് ആ വള്ളത്തിൽ വന്ന് കയറി, അല്ലെ ബോട്ടിലേക്ക് വന്ന് കയറി അല്ലേ. ഹല്ലേലൂയ. ആ മുങ്ങിപ്പോയ അല്ലെ നീന്തിപ്പോയെങ്കിലോ പത്രോസ് സ്വന്തമായിട്ട് അതിനകത്ത് പ്രവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലോ പത്രോസ് ഒരിക്കലും വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റത്തില്ല.
ഹാലേലിയ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രതികൂലം കണ്ട് മുങ്ങിപ്പോ പത്രോസിനെ കുറിച്ച്, പക്ഷെ പ്രതികൂലത്തിൽ തന്നെ ആ പ്രതികൂലത്തെ ചവിട്ടി തന്നെ ആ വെള്ളത്തിന് മീതെ നടന്ന് തന്നെയാണ് പത്രോസ് തിരിച്ച് കർത്താവിൻ്റെയോടൊപ്പം വള്ളത്തിലേക്ക് വന്ന് കയറിയത്. ഹാലേലിയ. അപ്പൊ നമ്മുടെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിലും നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുകയാണെങ്കിലുള്ള ഗുണമെന്ന് വെച്ചാൽ ആ പ്രതികൂലത്തെ നമ്മൾ ജയിച്ചാ കയറുന്നത്. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ മറ്റു പല ആശ്രയത്തിലേക്ക് പോകുമ്പോൾ ആ പ്രതികൂലം വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കാൻ പ്രയാസമാണ്. ഹാലയില് നമ്മൾ അവിടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുക, കർത്താവ് തന്നെ ആശ്രയമായിരിക്കും, യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് വരുന്നൊരു ഗുണം എന്താന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി എന്താണെങ്കിലും അവരതിനെ ജയിച്ചായിരിക്കും മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ജയിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അതൊരു പ്രതികൂലമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. കാരണം നമുക്ക് അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം ഞാൻ അതിനെ ജയിച്ചതാണ്. നമ്മളൊക്കെ ഈ കുഞ്ഞുനാളിലൊക്കെ എത്ര പേര് അടി ഉണ്ടാക്കിയിട്ടെന്ന് അറിയാം, നമ്മൾ കൂട്ടുകാരൊക്കെ ഇട്ട് അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം പിള്ളേരെയൊക്കെ നമ്മള് ചിലപ്പം നമ്മളോട് എതിർക്കാൻ പറ്റുന്ന പിടിച്ച് തള്ളിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പോവുമെങ്കിൽ വീഴുമെങ്കിൽ പിന്നെ അവരെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുവോ? ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരിക്കൽ ജയിച്ചതാണ്. ഇപ്പൊ നമ്മളെ വല്ല മത്സരമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ഈ നമ്മുടെ സ്കൂളിലൊക്കെ 100 മീറ്റർ റണ്ണിങ്, അങ്ങനെയൊക്കെ ഓട്ടം 200ഒക്കെ, അപ്പൊ 100-ലൊക്കെ ഓടി ജയിച്ച ആൾക്കാർക്ക് അടുത്ത പ്രാവശ്യം 100-എന്നൊക്കെ പേടി ഉണ്ടാവുമോ? ഇല്ല. കാരണം വെച്ചാൽ ഞാനിത് ഓൾറെഡി ജയിച്ചതാണ്, എനിക്ക് അതിനകത്ത് ഭയമില്ല. കാരണം എനിക്ക് ജയിക്കാൻ പറ്റും, എനിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി കൂടെ വലിയ സംഭവത്തിലേക്ക് കയറാൻ തുടങ്ങും. അതിലും ജയിച്ചു കഴിയുമ്പോൾ അടുത്തലേക്ക് കയറാൻ തുടങ്ങും. കാരണം വെച്ചാൽ നമുക്ക് ഒരിക്കൽ ജയിച്ചതിനെ പിന്നെ നമ്മൾ ഭയപ്പെടത്തില്ല. ഭയപ്പെടുവോ? ഇല്ല. ഒരിക്കൽ ജയിച്ചതിനെ പിന്നെ ഭയപ്പെടത്തില്ല. കാരണം വെച്ചാൽ ഞാനത് ജയിച്ചതാ. അപ്പൊ എനിക്കതിന് ജയിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ പിന്നെ ആ ഭയം പോകും നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. ദൈവം തന്നെ ആശ്രയമായിരുന്നു കഴിഞ്ഞാൽ ആ പ്രതികൂലത്തെ നമ്മൾ ജയിച്ച് മുൻപോട്ട് പോകും. അവിടെ പിന്നെ ആ പ്രതികൂലം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ പല ആശ്രയത്തിൽ ഒരാശ്രയം ആകരുത് ദൈവം, അല്ലെങ്കിൽ അങ്ങനെ ആകരുത് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്ക് യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യഭാഗ്യൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന, ആറ്റരികെ വേരൂന്നിരിക്കുന്ന വൃക്ഷം പോലെയാകും. ഹാലേലൂയ. നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ ആറ്റരികെ നട്ട് തക്കകാലത്ത് ഫലം ഇടപാടാത്ത വൃക്ഷം പോലെ ഇരിക്കുന്നു പറഞ്ഞ പോലെ ഇവിടെ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ഇവിടെ പറഞ്ഞ ആറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെ. അപ്പൊ വെള്ളത്തിന് നട്ടാ പോരാ, വേരൊക്കെ വെള്ളത്തിലേക്ക് പടർന്നു ചെല്ലും. അവന്റെ വേര് വെള്ളത്തിലേക്ക് പടർന്നു വെച്ചില്ല, അവന്റെ കൊമ്പുമേൽ മഞ്ഞ രാപ്പാർക്കും എന്ന് പറഞ്ഞ് ഹാലേലിയ. നമ്മുടെ ജോബ്, ഹാലേലിയ, ആമേൻ, യോബ് സുഭാഷിതം ചില നമ്മൾ കാണുന്നുണ്ടല്ലേ. യോബിന്റെ ഒരു ഇതിൽ എനിക്ക് 29-ാം അധ്യായത്തിലാന്ന് തോന്നുന്നു പറയുന്നത് എന്താ, അവന്റെ വെള്ളത്തിലേക്ക് അതിന്റെ വേര് വെള്ളത്തിലേക്ക് പടർന്നില്ല. വെള്ളത്തിലേക്ക് പടർന്നില്ലെങ്കിൽ അവന്റെ കൊമ്പിന്മേൽ മഞ്ഞ രാപ്പാർക്കും, അതെപ്പോഴും പച്ചയായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ ഇവിടെയും പറയുന്നത് വെള്ളത്തിനരികെ നട്ടെന്ന് മാത്രമല്ല, ആറ്റരികിലേക്ക് വേരൂന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന വൃക്ഷം എന്താന്ന് വെച്ചാൽ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. വെയിൽ വരുന്ന സമയത്ത് പേടിക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞു, ഒരിക്കൽ പ്രതികൂലം കണ്ട് ജയിച്ചവൻ, അല്ലെങ്കിൽ ദൈവത്തിൽ തന്നെ ആശ്രയമായിരിക്കുന്നവൻ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളും വരുന്ന കാണുമ്പോൾ പേടിക്കത്തില്ല. ഉഷ്ണം തട്ടുമ്പോൾ എന്ന് വെച്ചാൽ എന്താ, ചൂട് വരുമ്പോൾ, തീയുടെ അനുഭവം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വലിയ ശോധന വരുമ്പോൾ, വലിയ പ്രയാസം വരുമ്പോൾ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം ആരെന്നറിയാ, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരെന്ന് എനിക്കറിയാം. അവൻ എന്റെ ഉപനിധി, അന്ത്യത്തോളം കേൾക്കാൻ വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ദൈവത്തെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്നും ഭയപ്പെടത്തില്ല. ഹാലേലിയ. ഇവിടെ പറയുന്നത് ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. ഹാലേലി. അത് ഇടയ്ക്കിടയ്ക്ക് വീണ് വാടി കുഴഞ്ഞ എവിടെയെങ്കിലും കിടന്ന് പിന്നെ എഴുന്നേറ്റ് പിന്നെ വന്ന് അങ്ങനെയല്ല. ഹാലേലി. നമ്മള് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില വിഷമങ്ങളൊക്കെ വരുമ്പോ കംപ്ലീറ്റ് ഗ്യാസ് പോയി, ഹാലേലി, എന്താ തളർന്നു പോയി, പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, ഹാലേലി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമവും. ഹാലേലി. ഏതാണ്ട് നമ്മുടെ ലോകം മുഴുവൻ ജീവിതം മൊത്തം നശിച്ചു പോയണക്കൊക്കെയാണ്
അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ ദൈവത്തിൽ തന്നെ ആശ്രയമായിരിക്കുന്നവർ അങ്ങനെ അല്ല എന്ന് അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു. അല്ല, അവര് ഉഷ്ണം തട്ടുമ്പോൾ അത് പിടിക്കില്ല, അതിന് ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ക്ലൈമറ്റ് മാറുന്നതനുസരിച്ചല്ല, സാഹചര്യം മാറുന്നതനുസരിച്ചല്ല, ഏത് കാലാവസ്ഥയിലും ഏത് അവസ്ഥയിൽ കൂടെ പോകുമ്പോഴും അവര് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്രയോ എനിക്കത് ഇപ്പോഴും ഈ പല അമ്മച്ചിമാരൊക്കെ ഇപ്പോഴും ഉണ്ട്, പ്രായമുള്ളവരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നോട്ടത്തിൽ പുറമേ ഉള്ള മനുഷ്യമായി കണ്ണുവെച്ച് നോക്കുന്ന നന്മയൊന്നുമില്ല. അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകത്തില്ല, അവർക്ക് സ്വന്തമായിട്ട് എന്താ പറയാ ബാങ്ക് ബാലൻസ് ഉണ്ടാകത്തില്ല, മക്കൾ ചിലപ്പം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ഉള്ള മക്കൾ തന്നെ നോക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം ആണെങ്കിലും അവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നന്മ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും അവർ ഭയങ്കര സന്തോഷത്തോടെയാണ് എന്നിട്ട് അവര് താമസിന് എന്താ പ്രോബ്ലം ഉണ്ടെന്ന് പോയി വന്ന് നിൽക്കുകയാണല്ലോ. അവര് സന്തോഷത്തോടെയാണ് അവരെപ്പോഴും അത് പോരാൻ അവരെപ്പോഴും ഫലം കായ്ച്ചുകൊണ്ട് ഇപ്പോഴും അവർ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവര് അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും അവരെ തളർത്തിക്കളയുന്നില്ല. അവര് അവിടെയും അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണക്ക് എന്താ പറയാ, ഉഷ്ണം തട്ടുമ്പോൾ പിടിക്കില്ല, അതിന് ഇല പച്ച, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. വരൾച്ചയുള്ള കാലത്തും ഹാലേലിയ നല്ല നനവുള്ള കാലത്ത് അല്ലെങ്കിൽ മഴയുള്ള കാലത്തും എല്ലാ കാലത്തും ഫലം കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും വാടിക്കൊഴിഞ്ഞിരിക്കുന്നവരല്ല, അവരെ അല്ല ദൈവത്തിൽ ആശ്രയിക്കും, ദൈവം തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ എന്ന് പറയുന്നത്. ഏതവസ്ഥയിലും എന്റെ ദൈവം എന്നെ എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പോടെ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവരെ കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുന്നത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത്. മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ചാ പറഞ്ഞത്. സത്യമല്ലേ? എന്റെ ഹൃദയത്തിൽ ഇപ്പൊ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതിനകത്ത് ചിലപ്പോൾ ദുഷ്ടതയുണ്ടാവും, കപടതയുണ്ടാവും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എല്ലാം ഒളിപ്പിക്കുന്നവരുടെ ഹൃദയത്തിൽ. അപ്പൊ ഇവിടെ പറഞ്ഞ ഹൃദയം പറയുന്ന എല്ലാറ്റിനേക്കാളും കപടവും വിഷയമാണ്. അപ്പോൾ നമ്മുടെ നാവിനെക്കാട്ടി നമ്മുടെ എല്ലാ അവയവങ്ങളെ കാട്ടി കപടവും വിഷയമുള്ള ഹൃദയത്തിലാണ്. കാരണം ഹൃദയത്തിൽ ഇരിക്കുന്ന മാത്രം ആരും കാണുന്നില്ലല്ലോ എന്നുള്ള സന്തോഷ സമാധാനത്തിൽ നമ്മളൊക്കെ അവിടെ ഇരിക്കുന്ന ആർക്കാ. പക്ഷെ അത് ഇവിടെ പറയുന്നത് അത് ആരാഞ്ഞറിയുന്നവൻ ആരും. യഹോവയ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ചു ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ വിചാരം ഹൃദയത്തിൽ ഇരിക്കുന്ന ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, എന്ത് ദുഷ്ടതയും കപടതയൊക്കെ ആയിട്ട് നടന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിന് ആരാഞ്ഞറിയുന്നതിനൊരുവനുണ്ട് കേട്ടോ. അതിനെ ശോധന ചെയ്യുന്നവരുണ്ട്. ഹൃദയത്തെ മാത്രല്ല അന്തരംഗങ്ങളെയും പരീക്ഷിച്ച്. അപ്പൊ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകളായിട്ട് വിചാരങ്ങളായിട്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ ഹൃദയത്തെ അതുപോലെ ശോധന. അതുകൊണ്ടാ പറഞ്ഞ ഒരിക്കൽ എന്നോട് പറഞ്ഞത്, രാജാക്കന്മാരുടെ യഹോവയുടെ നിർത്തോടൊക്കെ ഇരിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് തിരിക്കുന്നത്. അതെ, അപ്പൊ നിന്റെ ഹൃദയം എവിടെയാണെന്ന് ചോദിച്ചത്. കാരണം വെച്ചാൽ രാജാക്കന്മാരുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെ ഹൃദയം കർത്താവിന്റെ കയ്യിലായിരിക്കുന്നു. അപ്പൊ ആ ഹൃദയത്തെയും അന്തരംഗങ്ങളെയും ശോധന ചെയ്ത് എന്നിട്ട് ഓരോരുത്തനും അവനവന്റെ എന്താ പറയാ പരീക്ഷ ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കോണം കൊടുക്കും. അപ്പൊ ഹൃദയത്തെയൊക്കെ പരിശോധിച്ചിട്ടാണ് ദൈവം പ്രതിഫലം തരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ നടപ്പ് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്രതിഫലം തരുന്നു. എങ്ങനെയെങ്കിലും ഒക്കെ നടന്നാലും കുഴപ്പമൊന്നുമില്ല, എന്തൊക്കെ ചിന്തിച്ചാലും കുഴപ്പമില്ല, എന്തൊക്കെ കപടത കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. കർത്താവ് അതെല്ലാം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതെല്ലാം ആർക്കും ഒരു മനുഷ്യനും മനസ്സിലായില്ലെങ്കിലും ഞാൻ അവരുടെ ദൈവത്തെ നമുക്ക് ലോകത്തിൽ ആരെ വേണേലും പറ്റില്ല.
പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ പറ്റിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നില്ല. അവരാണ് ഏറ്റവും വലിയ ഫൂൾസ്, നമ്മൾ ഫൂളെന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ അതുപോലെ വിഡ്ഢികൾ വേറെ ആരുമില്ല. കാരണം പല പരലും ശുശ്രൂഷകളൊക്കെ കാണാറില്ലേ, ദൈവത്തെ പറ്റിക്കുന്ന കുറെ പ്രവർത്തകരെ കാണാം. പക്ഷേ അവരൊക്കെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ദൈവത്തെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല. മനസ്സിലെ ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുന്ന ദൈവം. നമ്മളൊരു സ്വപ്നം കാണും മുമ്പ് ഇന്ന ദിവസം ഇന്ന സ്വപ്നം കാണുമെന്ന് അറിയുന്ന ദൈവം. ഹാലേലുയ. അമ്മേ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്തായി തീരുമെന്നും അവസാനം വരെ എന്താണെന്നറിയാം, ആദ്യം അന്ത്യം അറിയുന്ന ദൈവമാണ്. ഹാലേലുയ. അപ്പൊ ആ ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. ഇവിടെ ശോധന ചെയ്ത്, യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിന് തക്കവണ്ണം കൊടുക്കും. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നതിന് താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പശയെ പോലെയാകുന്നു. അവന്റെ മധ്യായുസെങ്കിൽ അത് അവനെ വിട്ടുപോകും. അല്ലേ? അപ്പൊ ന്യായമല്ലാതെ പണം സമ്പാദിക്കുക, കോഴ വാങ്ങി കള്ളത്തരം കാണിച്ചും കപടത കാണിച്ചും തട്ടിപ്പ് കാണിച്ചും ഒക്കെ നമ്മൾ പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ പറഞ്ഞേക്കുന്ന പലതിന്റെയും മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പശിയെ പോലെയാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹാലൂയ. അപ്പം അങ്ങനെ ന്യായമല്ലാത്തതൊന്നും നമ്മൾക്ക് ദൈവമക്കള് കരം നീട്ടി വാങ്ങരുത്. നമുക്ക് എത്ര ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, എത്ര പ്രതിസന്ധിയിൽ, എത്ര കടഭാരത്ത് നിന്നാലും, എത്ര ദാരിദ്ര്യത്തിൽ നിന്നാലും ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒന്നിനേക്ക് കരം നീട്ടരുത്. ഹാലൂയ. അവിടെ പറയുന്നത് ന്യായമല്ലാതിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്ന താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പശിയെ പോലെയാണ്. അവന്റെ മധ്യായുസെങ്കിൽ അത് അവനെ വിട്ടുപോകും. പെന്തക്കോസ്ത് വിശ്വാസികളായിരിക്കുന്ന ആരും, ഞാൻ പറയുന്നത് വിശ്വാസികളല്ല, അവിശ്വാസികളാണെങ്കിൽ ആരും ഒരു ജോലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അവിടുന്ന് നമുക്ക് ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ശമ്പളമല്ലാതെ ഹിമ്പളം നമ്മൾ വാങ്ങരുത്. കാരണം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മാസം നമ്മൾ മില്യൺസിന്റെ പർച്ചേസാണ് ചെയ്യുന്നത്. പർച്ചേസ് അല്ലല്ല, കാരണം ഞാൻ സൈൻ ചെയ്താലേ LPO പാസ്സാകത്തും. പക്ഷെ അത് എന്റെ പൊസിഷൻ ഇരിക്കുന്ന മറ്റുള്ള കമ്പനിയിൽ ഇരിക്കുന്നവരെല്ലാം നല്ല എമൗണ്ട് കമ്മീഷൻ വാങ്ങുമ്പോൾ നമ്മൾ ഒരു പൈസ പോലും കമ്മീഷൻ വാങ്ങില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു കാര്യം അന്നത്തെ കാലത്ത് ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് ഞാൻ വിശ്വസിച്ചിരുന്നത് അത് നീതിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് ജോലിക്ക് നമ്മുടെ സ്ഥാപനം നമുക്ക് ശമ്പളം തരുന്നു. നമുക്ക് ആ ശമ്പളം അത് പോരെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്ഥാപനത്തിൽ മുതലാളിയോട് പറയാം, എനിക്ക് ഈ സാലറി പോരാ, എനിക്ക് കൂട്ടിത്തരണം. ഹാലൂയ. ഇന്നത് എന്റെ ഡിമാൻഡ് ഞാൻ പോയി പറയാറുണ്ടായിരുന്നു. കാരണം അവിടുന്ന് വേണ്ട ഞാൻ പോയി വഴക്കടിക്കുകയോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോ ചോദിച്ചൊക്കെ എന്റെ പക്ഷേ ആരെങ്കിലും ഒരു പൈസ പോലും നമ്മൾ അല്ലാതെ അന്യായമായി സമ്പാദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ ഞാൻ എപ്പോഴും അന്നേരം എന്നെ പറ്റി തന്നെ കളിയാക്കി, സപ്ലയർമാരെ തന്നെ ഇച്ചിരി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉള്ള പിള്ളേരുണ്ട്. അപ്പൊ നമ്മുടെ കായംകുളത്തൊരു പയ്യനുണ്ട്, അവരിങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ 15,000 20,000 ദിറംസ് ഒക്കെയാണ് കൊടുക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ കൊണ്ടുപോകുമ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കും, ഇന്നാക്കുള്ളതാന്ന് പറയും. അപ്പൊ ഞാൻ പറയും, നീ എനിക്ക് മിഠായി ഒരു നൈജീരിയ മിഠായി വാങ്ങി തന്നിട്ട് ഇത്രയും ഓർഡർ ചെയ്യാൻ തന്നാലും പറയും. അപ്പുറം നിങ്ങൾക്ക് വേണ്ടല്ലോ, കഴുത്തെ പിടിച്ച് നമ്മളെ ഞെക്കുകയല്ലേ ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ ഞാനതൊരു അപ്പൊ തന്നെ ഞാൻ പറയും, ടച്ച് വിട്ട് എന്റെ മോക്ക് കുഞ്ഞിന് ഹാലയില്ലേ, അതുകൊണ്ട് ഇന്ന് വരെ ഒരു വല്ലപ്പോഴും പനിയല്ല, ഒരു രോഗം പോലും വന്നിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മൾ അന്യായമായി സമ്പാദിച്ചാൽ ഹാലയിലുയ അത് മറ്റൊരു വഴിയിലൂടെ പോകും. ഹാലയിലുയ. കാരണം ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു രൂപ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിന് വേറെ ചില വഴിയിലൂടെ അത് ചോർന്നു പോകും. ഹാലൂയ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്റെ മനസ്സിലെ വിശ്വാസം അന്ന് തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ദൈവഹിതമല്ലാത്ത അന്യായമായത് ഒന്നിനും നമ്മൾ കരം നീട്ടരുത് എന്ന് അങ്ങനെ നീട്ടാതെ നമ്മൾ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ പറയും, നമുക്കിட்ட പൈസയൊന്നും അനാവശ്യമായിട്ട് പോകത്തില്ല. ഹാലൂയ. അത് ദുഷ്ടൻ എടുത്തോണ്ടോ പറ്റത്തില്ല. കാരണം എടുത്തോണ്ടോ അവിടെ ദൈവത്തിന്റെ പിടി വീഴും. ഹാലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവം പറയും, നോ, അത് തൊടാൻ പറ്റത്തില്ല. ഹാലൂയ. കാരണം ഇത് അവൾ ന്യായമായിട്ട് ഉള്ളതാണ്. ന്യായമായിട്ടുള്ളതിനൊന്നും ദുഷ്ടൻ അവകാശം പറയാൻ പറ്റത്തില്ല. ഇവിടെ അതുപോലെ ഇവിടെ പറയുന്ന പ്രവൃത്തി ഫലത്തക്കണം ന്യായമായിട്ടുള്ള ധനം സമ്പാദിക്കുക, താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പശിയെ പോലെ അവന്റെ മധ്യായുസെങ്കിൽ അത് അവന് വിട്ടുപോകും. ഒടുക്കം അവൻ പോഷനായിരിക്കും. ഹാലൂയ. അത് വിട്ടുപോയിട്ട് പോഷനായിരിക്കും. എന്തൊക്കെയോ കാണിച്ചിട്ട് പിന്നീട് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സൈഡിൽ കൂടെ ചോന്ന് കേട്ട് ഒന്നുമില്ലായിരിക്കുന്നതിനെക്കാട്ടി തന്നെയല്ലേ ഇത് വാങ്ങാതെ അത്ര സമാധാനമെങ്കിലും ഉണ്ടാകത്തില്ലേ, കുറ്റബോധമെങ്കിലും ഇല്ലാതിരിക്കത്തില്ലേ? ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയത്തില്ല, പണ്ടൊക്കെ എന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും കൈക്കൂലി കൊടുക്കണം. പക്ഷെ ഇന്നിപ്പം നമ്മുടെ ക്യാമറയും
കാലയിൽ ഒളിക്യാമറയും ചാനലുകാരെയൊക്കെ വന്നുകൊണ്ട് അതൊക്കെ കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പേടിയപ്പോ എല്ലാവർക്കും മേടിക്കാനായിട്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് കാലയില് നല്ലൊരു പൊസിഷൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ അവനോട് എന്താ കാര്യം പറഞ്ഞപ്പോ പണ്ട് എപ്പോഴും എനിക്ക് കുറച്ച് പൈസ, അപ്പൊ ഞാൻ പറയട്ടെ നിനക്ക് പൈസ തിരിച്ചു വേണ്ടേ, ഞാനത് തരട്ടെ, അയ്യോ എനിക്ക് പൈസ എനിക്ക് വേണ്ട, എന്റെ അക്കൗണ്ടിലേക്ക് ഒന്നും അന്ന് അയച്ചേക്കില്ലേ എന്ന് വെച്ചാൽ. കാരണം പേടിയായി, നമ്മൾ കൊടുക്കാനുള്ള പൈസ പോലെ അക്കൗണ്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് കൈക്കൂലി അതെങ്ങാനും വല്ല ഗവൺമെന്റ് അങ്ങനെ വിചാരിച്ച അവന് പ്രശ്നമാകുന്നുണ്ട് പറയുന്നത്. ഹല്ലേലൂയ ആമേൻ. കാരണം ഇപ്പൊ എല്ലാവർക്കും ഭയമാണ്. കാരണം എന്താ വെച്ചാ അവൻ ദൈവത്തിന്റെ കണ്ണുകളെ ഭയമില്ലാത്തവന് ഹാലയിലെ ലോകത്തിന്റെ ഹാലയിലെ ക്യാമറയെ ഭയം തുടങ്ങി അല്ലേ? ഞാൻ ചോദിക്കാനെ, ദൈവത്തിനെ ഹാലയിലെ ആമേൻ മുകളിലിരിക്കുന്ന കർത്താവ് ദൈവം എല്ലാം കാണുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ആരും കൈക്കൂലി വാങ്ങാതിരുന്നില്ല. ജാതികളായിട്ടുള്ള ഓരോ കാര്യം ഞാൻ വാങ്ങാതിരുന്നില്ല. പെന്തക്കോസ്തുകാരും ജോലിക്കാരിക്കുന്നതൊക്കെ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന് ഹാലയിൽ. പക്ഷെ ഇന്ന് അവരതിനെക്കാട്ടി ഭയപ്പെടുന്ന ഒന്നുണ്ട്, എന്താ? ഒളിക്യാമറകളെ. ഹല്ലേലൂയ. ഇപ്പൊ എല്ലാവരെയും പിടിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടല്ലേ? അല്ലെ, എന്താണെങ്കിലും വേണ്ടിയില്ല, കുറച്ച് കൈക്കൂലിയൊക്കെ കുറയട്ടെ, അതിക്രമമൊക്കെ കുറയട്ടെ, എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും ഹാലില് ഇന്ന് പലർക്കും ഗവൺമെന്റ് ജോലിയിലിരിക്കുന്നതാണെങ്കിലും നല്ല പൊസിഷൻ പലർക്കും ഇന്ന് ഭയമാണ് ഹാലയിലെ. കാരണം അമ്മയ്ക്ക് പക്ഷെ ദൈവത്തെ ഭയപ്പെടാത്തവൻ അല്ലെ ക്യാമറയെ ഭയപ്പെടുന്നു. ഹാലേലിയ. പക്ഷെ ക്യാമറയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്, നമ്മൾ സർവശക്തന ദൈവത്തെ ഭയപ്പെടേണ്ടത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഹാലേ നമ്മൾ ചെയ്യുന്ന ഇരുട്ടത്ത് ചെയ്താലും അമ്മ വെളിച്ചത്ത് ചെയ്താലും മറയത്ത് ചെയ്താലും ഹാലേലിയ അമ്മ എവിടെ വെച്ച് ചെയ്താലും ഹാലേ കാണുന്നൊരു ദൈവം ഹാലേലിയ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ എരിഹോ തന്നെ പറഞ്ഞ എരിഹോ കൊട്ടിടിച്ച് ആമ താഴെ വീണപ്പോ ഹാലയിൽ എല്ലാവരും പോയി അല്ലെ കണ്ടതൊക്കെ ആമ കൊല്ലുന്നു വെട്ടുന്നു ഇതെല്ലാം നടത്തുന്ന ഇടയ്ക്ക് ഒരു പോയിട്ട് ശക്കല സാധനം അടിച്ചു മാറ്റി ഇച്ചിരി ഹാലയില് ഒത്തിരി ഒന്നും നടത്തുക ശക്കല സാധനം അടിച്ചു പോയി. പക്ഷെ അത് കണ്ട ക്യാമറ കണ്ട നമ്മുടെ കർത്താവിന്റെ കണ്ണ് അല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ഹാലയില് കാണുന്ന ഹാലിലെ കണ്ണാണ് ഹാലയില്. അതുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ ആമേ അതുപോലെ അറിയണം. ഹാല ഇവിടെ പറയുന്നത്. എന്നിട്ട് ആമേ അവൻ പോഷയിക്കുന്നത് ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞ ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനം. അപ്പൊ കുറച്ചു നാൾ കഴിഞ്ഞപ്പം ആരോ കൊണ്ട് ഇരുത്തി കൊടുത്തൊരു സിംഹാസനത്തിലല്ല നമ്മുടെ കർത്താവ് ഇരിക്കുന്നത്. ഹാലയിൽ ഇവിടെ ഓരോരുത്തരൊക്കെ ഇലക്ഷനൊക്കെ വന്ന് തെരഞ്ഞെടുത്ത് വലിയൊരു പൊസിഷനിലൊക്കെ കൊണ്ടിരുത്തിയപ്പം ഇരുന്ന ഒരു സ്ഥാനം, അത് ഹാലിൽ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം മുതലേ ഹല്ലേലൂയ ആമേ, ആദ്യം മുതൽ ഉന്നതമായി ഹാലേ. ഇത് സകലം നമ്മളൊക്കെ ഉണ്ടാകുമ്പോ പ്രപഞ്ചം ഉണ്ടാകുന്ന മുമ്പ് അല്ലെ എല്ലാം ഉണ്ടാകുന്നതിന് മുമ്പും അല്ലെ മഹത്വമുള്ള സിംഹാസനത്തിരിക്കുന്ന ഉന്നതനായ ഒരു ദൈവത്തെയാണ്. ഹാലേലിയ. ഇടയ്ക്ക് വെച്ച് കുറച്ച് നാളത്തേക്ക് കയറ്റി കൊണ്ട് ഇരുത്തിയ പിണറായിയൊക്കെ ഇരുത്തേക്കുന്ന കസേരി ഇരുത്തേക്കുന്ന ദൈവത്തെ കുറിച്ചല്ല പറയുന്നത്. ഹാലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറി ഇരുത്തപ്പം ഉന്നതമായ പൊസിഷൻ വന്ന ഒരാളെ കുറിച്ചല്ല പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് എന്താ? ആദ്യം മുതൽ ഹാലേലൂയ ആമേ സകലത്തിന്റെയും ആരംഭത്തിൽ തന്നെ ഹാലേലിയ ആമ ഉന്നതമായ ഹാലേലിയ അവിടെ പറയുന്ന ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനം. അത് അവിടെ അന്നും മഹത്വം തന്നെയാണ്. സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ദൈവം ഹാലേലി ആമേ ഈ സകലത്തിന് മുമ്പുള്ള ദൈവം അന്നേ മഹത്വത്തില്ല. നമ്മൾ ആരും ഒന്ന് സ്തുതിയും സ്തോത്രം പറയുമ്പോൾ മാത്രം മഹത്വത്തിലേക്ക് കയറുന്ന ദൈവമൊന്നുമല്ല. ദൈവം ഓൾറെഡി മഹത്വത്തിൽ തന്നെയാണ്. ഉന്നതമായ നമ്മൾ കൊണ്ട് നമ്മൾ പറയത്തില്ല, ചിലരൊക്കെ പറയും സ്തുതിക്കുമ്പോൾ സ്തുതികൾ ഹാല് വസിക്കുന്ന ദൈവം നമ്മുടെ സ്തുതികളിൽ ഹാല് എഴുന്നേക്കല്ല അങ്ങനെ വരുന്നത്. പക്ഷെ അല്ല, നമ്മൾ സ്തുതിച്ചാലും ശരി സ്തുതിച്ചില്ലേലും ശരി എന്റെ ദൈവം മഹത്വത്തിൽ തന്നെയാണ്. നമ്മൾ സ്തുതിച്ചാലും ശരി പുകഴ്ത്തിയാലും ശരി പുകഴ്ത്തിയില്ലേ ശരി എന്റെ ദൈവം ഉന്നതമായ സ്ഥാനത്ത് തന്നെയായിരിക്കുന്നത്. അതിന്റെ മേലെ ഒരു സിംഹാസനവും ഇല്ല, അതിന്റെ മീതെ കയറാൻ ആർക്കും കഴിയില്ല. അപ്പൊ പരമ ഉന്നതമായ സ്ഥാനത്തേക്ക് നമ്മുടെ ദൈവം തന്നെയാണ്. അതുപോലെ ആദ്യം അത് ആരും ഇടയ്ക്ക് വെച്ചിട്ട് ആരെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്ത് നമ്മൾ നടക്ക് ആൾക്കാരൊക്കെ കൂടി വന്ന് ചുമന്നുകൊണ്ട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാലും വെള്ളമൊക്കെ എടുത്തൊഴിച്ചിട്ട് എവിടെയെങ്കിലും ഉറപ്പിച്ചിരുത്തുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളല്ല. ഹാലേലിയ ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ വിശുദ്ധ മന്ദിര സ്ഥാനം. അപ്പൊ വിശുദ്ധനാണവൻ.
ആമേ ഹാലേലിയ. ആമേ ഇവിടെ പറയുന്ന ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവ. അപ്പം ഇസ്രായേലിന്റെ പ്രത്യാശയാണെങ്കിൽ ഇത് നമ്മുടെയും പ്രത്യാശയ ദൈവം. നമ്മുടെ പ്രത്യാശ ആമേ ഹാല ഈ ലോകത്തുള്ള ജോലിയിലോ അല്ലെ ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് ബാലൻസിലോ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ പ്രത്യാശ നമ്മുടെ കർത്താവിൽ തന്നെയായിരിക്കും. നമ്മുടെ പ്രത്യാശയായ ദൈവം യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജ. ഇങ്ങനെ ഒരു ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഏവരും ലജ്ജിച്ചു പോകുന്നു. എത്ര ആൾക്കാർ വിശ്വാസം തന്നിട്ട് പിന്മാറ്റത്തിൽ പോയേക്കുന്നു. അവരെ നോക്കി നമ്മൾ പറയും നിങ്ങൾ ലജ്ജിച്ചു പോകത്തതേ ഉള്ളൂ. കാരണം നിങ്ങൾ ഉപേക്ഷിച്ചപ്പോ ദൈവം ഹാലേലിയ ഒരു സാധാരണ ദൈവമല്ല, ആരും ദൈവമാക്കിയവനല്ല. ഹാലേലൂയ. ആമേ ആരംഭത്തിൽ തന്നെ ആമേ സർവ സൃഷ്ടിയുടെ ഹാലേലിയ ആമേ സകലത്തിന് ഉടയവനായ ഉന്നതനായ ഉയർന്നിരിക്കുന്നവനായ ശാശ്വതവാസിയായ നമ്മുടെ കർത്താവിനെയാണ് അങ്ങനെയുള്ള ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ലോകത്ത് ഏത് ദൈവത്തിന്റെ പിന്നാലെ പോയാലും ആ ദൈവത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അതെല്ലാം വെറും സൃഷ്ടിയാണ്. സൃഷ്ടിച്ചതിനെ ഉപേക്ഷിച്ചിട്ട് സൃഷ്ടി അന്വേഷിച്ചു പോകുന്ന കണക്കിരിക്കും. ഹാലേലൂയ. ഇവിടെ പറയുന്ന ഇവിടെ എന്നിട്ട് ഏവരും ലജ്ജിച്ചു എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. ഹാലേലൂയ. എന്ന് മണ്ണിൽ എഴുതി വെച്ചാൽ ഒരു കാറ്റ് വന്നാ അതങ്ങ് മഞ്ഞു പോകും. അതുപോലെയായിരിക്കും ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നവർ. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായി യഹോവ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. അവർ ജീവനുള്ള വെള്ളത്തിന്റെ ആ വെള്ളത്തിന്റെ ഉറവയായി, കുറച്ച് വെള്ളത്തെ അല്ല, വെള്ളത്തിന്റെ ഉറവ. കാരണം വീണ്ടും 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 വെള്ളം തരാൻ കഴിയുന്ന ഉറവയാണ് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നത്. ഹാലേലിയ. ഉറവ ഉപേക്ഷിച്ച് കളഞ്ഞ് യഹോവ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എന്റെ പുകഴ്ചയല്ലോ. അപ്പൊ ദൈവം നമ്മളെ രക്ഷിച്ചാൽ മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ. ദൈവം നമ്മളെ സൗഖ്യമാക്കിയാൽ മാത്രമേ നമ്മൾ സൗഖ്യമാകത്തുള്ളൂ. കാരണം ദൈവമാണ് നമ്മുടെ പുകഴ്ച. അപ്പൊ നമ്മൾ മറ്റെന്തൊക്കെ ചെയ്താലും, നമ്മൾ ഏത് വൈദ്യന്മാരിൽ ആശ്രയിച്ചാലും, ഏത് ഡോക്ടറെ കാണിച്ചാലും, ഏത് മെഡിസിൻ കഴിച്ചാലും ദൈവം സൗഖ്യമാക്കി മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഹാലേലിയ. ദൈവം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ദൈവം രക്ഷിച്ചാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. ഹാലേലിയ. ദൈവമേ നീ എന്റെ പുകഴ്ചയിൽ എപ്പോഴും നമ്മുടെ പുകഴ്ച നമ്മുടെ മഹത്വം നമ്മുടെ ഹാലേലിയ മുൻപിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എല്ലായിടത്തും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും വാഴ്ത്തുകയും എല്ലാം ചെയ്യും നമ്മുടെ ദൈവത്തെ തന്നെ ആയിരിക്കും. അപ്പൊ ദൈവത്തെ ഹാലേലിയ ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് പൂർണ്ണഹൃദയം നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും പൂർണ്ണഹൃദയത്തോളം എന്നെ അന്വേഷിക്കുകയും ചെയ്തവർക്ക് എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ യഹോവയിൽ ആശ്രയിക്കും. യഹോവ തന്നെ ആശ്രയമായിരിക്കും. അപ്പൊ നമ്മൾ പലതിന്റെയും കൂട്ടത്തിൽ ഒരു ആശ്രയമല്ല, ദൈവത്തെ തന്നെ ദൈവം മാത്രമേ എനിക്ക് ആശ്രയം. എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം മാത്രം മതി, ദൈവം മാത്രമേ ഉള്ളൂ. പണ്ട് നമ്മുടെ പാസ്റ്റർ എപ്പോഴും പറഞ്ഞ ഡയലോഗുണ്ട്. ചില ആൾക്കാർ നാട്ടിൽ ചില വന്നിട്ട് അയ്യോ പാസ്റ്റേ എനിക്ക് ആരുമില്ല പാസ്റ്റേ, കർത്താവ് മാത്രമേ ഉള്ളൂ പറയാ. കർത്താവുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ? ഹാലേലൂയ. എനിക്ക് എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഉള്ളൂ, മതിയല്ലോ. പിന്നെന്തിനാ ഈ മതിയായവൻ കൂടെ ഉള്ളപ്പോ ബാക്കിയുള്ളവരൊക്കെ എന്തിനാ? ആരും വേണ്ട, കർത്താവ് മാത്രം മതി. പക്ഷെ കർത്താവ് മാത്രം ഉണ്ടാകണം. കർത്താവെങ്കിലും കർത്താവ് ഉള്ളവർക്കാണെങ്കിൽ കർത്താവ് മാത്രം മതി. ഹാലേലൂയ. അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ തന്നെ ആശ്രയമാക്കുകയും ചെയ്യും. ദൈവത്തെ തന്നെ ആശ്രയിക്കാം. മറ്റുള്ള ആശ്രയങ്ങളെല്ലാം നമുക്ക് വിടാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കാം. അവങ്കിലേക്ക് നോക്കുക. പ്രകാശിതരെ അവരുടെ മുഖവും ലജിച്ചു പോയതുമില്ല. നമ്മുടെ മുഖം ഒരു നാൾ ലജിച്ചു എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.